റിലീസായി. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിന് മറുപടി തരാനുമാണ് ക്രൂവും ആർട്ടിസ്റ്റും ഇവിടെ ഉള്ളത്. അപ്പോൾ സിനിമ വളരെ നല്ല അഭിപ്രായത്തോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടായിരുന്നോ? റെസ്പോൺസിൽ എവിടെയൊക്കെയോ കണ്ടു. എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പകുതി പേര് കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് എന്താ തോന്നിയത്? സർട്ടിഫിക്കറ്റിനുള്ള സിനിമ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ സംവിധായകൻ്റെ കയ്യിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യാണ്. നമസ്കാരം. വളരെ വളരെ നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഞങ്ങൾക്കിത് റിലീസ് ചെയ്യാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് കുറേ ടെക്നിക്കൽ ഇഷ്യൂസും കുറേ NOCകളുടെ ഡിലേയും കാരണം റിലീസ് ഡേറ്റ് കറക്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. 24-ാം തീയതി വൈകുന്നേരത്തോളാണ് ഞങ്ങൾക്ക് ബാക്കിയെല്ലാം അറേഞ്ചായി വന്നത്. അപ്പോൾ 25-ാം തന്നെ റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിലെ കുറവുകളുണ്ടായിരുന്നു. പിന്നെ എവിടെയൊക്കെ ഷോ നടക്കുന്നു എന്ന് ജനങ്ങളിലേക്കും എത്താൻ വളരെ വൈകി. ഇപ്പോൾ ഒരുവിധം പ്രേക്ഷകർക്ക് അറിഞ്ഞു തുടങ്ങി, എല്ലാവരും കയറി തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു മനോഹര ചിത്രം നിങ്ങളുടെ മുന്നിൽ ഇറക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് എത്തിച്ച് ഞങ്ങൾ ഈ സിനിമ വിജയിപ്പിക്കണമെങ്കിൽ ഇനി ഞങ്ങൾക്കിപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ എല്ലാവരിലേക്കും എത്തുള്ളൂ. അപ്പോൾ തിയേറ്ററുകളിലെ കുറച്ച് കുറവുകളുണ്ട്. ഒരുപാട് നല്ല സിനിമകളും ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ സിനിമ തെരഞ്ഞു പിടിച്ച് പോയി കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പല സ്റ്റേഷനുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇപ്പോൾ നല്ല സിനിമയെന്ന് അറിയപ്പെട്ടത് ഇന്നിപ്പോൾ ഒരു 10 സ്റ്റേഷനോളം ഇന്ന് കൂടിയുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ കുറച്ച് ഷോസും കൂടിയുണ്ട്. ഇന്നും എക്സ്ട്രാ ഷോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അടുത്തടുത്ത തിയേറ്ററുകളിൽ പോയി കണ്ട് സിനിമ വിജയിപ്പിക്കണം. കാരണം ഈ സിനിമ പുറത്തിറക്കാൻ ഞങ്ങൾ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. ഞങ്ങൾ അത്രയ്ക്കധികം പൊരുതി നേടിയതാണ് ഈ സിനിമ. ഒരു കൊച്ചു സിനിമയാണ്, ഭയങ്കരമായിട്ട് അവകാശപ്പെടാനൊന്നുമില്ലാത്തൊരു ചെറിയ ലവ് സ്റ്റോറി. അതിൽ ഞങ്ങൾ ഒരു മെസ്സേജ്, ഒരു ആശയം പങ്കുവെക്കുന്നത് അതിനോടുള്ള എതിർപ്പായിരുന്നു. ഇത് തടഞ്ഞു വെക്കാനും ഇത് ഇറങ്ങരുത് എന്ന് ഒരു വിഭാഗം തീരുമാനിക്കപ്പെടാനുണ്ടായ കാരണം അത് ഇന്നത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്നൊരു മെസ്സേജാണ്. ആ യുവതലമുറ ആ മെസ്സേജ് കാണരുത് എന്നായിരുന്നു ഇത് തടഞ്ഞു വെക്കപ്പെട്ടവരുടെ ഉള്ളിലെ ആവശ്യം. അപ്പോൾ നിങ്ങൾ അടുത്ത തിയേറ്ററുകളിൽ ഈ സിനിമ ഇപ്പോൾ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വിജയകരമായി. അത് ഒന്നും കൂടി എല്ലാവരും പോയി കണ്ട് അതിനെ തക്കതായ വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ഒരു അപേക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ നായകൻ്റെ കയ്യിൽ കൊടുക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയാണ്, റഫീഖ് ഭായി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തലേന്ന് കുറച്ച് NOCയുടെ ഡിലേ ആണ്. നമുക്ക് തിയേറ്റേഴ്സ് കംപ്ലീറ്റ്ലി നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. നമുക്ക് നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു വെച്ചിരുന്ന തിയേറ്റേഴ്സിൽ പോലും നമുക്ക് പടത്തിൻ്റെ ലൈസൻസിങ് അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് എത്തിക്കാൻ പറ്റിയില്ല. അതിന് കാരണം നമുക്ക് വളരെ വൈകി കിട്ടിയ സെൻസർ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷെ നമുക്ക് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, വാട്ടർ. സോ നമുക്ക് ഇന്നലെ നമുക്ക് പറ്റുന്ന അത്രയും തിയേറ്റേഴ്സിൽ സിനിമ ഇറക്കിയ എല്ലാ സ്റ്റേഷനിലും ഞാനിപ്പോൾ പേഴ്സണലി കുറച്ച് സ്ഥലത്ത് തിയേറ്റർ സിനിമയും പോയിരുന്നു. അവിടെ നിന്ന് എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി. കാണാൻ കഴിയുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ട് ഇന്നിപ്പോൾ പറഞ്ഞ പോലെ 10 തിയേറ്റേഴ്സ് ഇന്ന് കൂടിയിട്ടുണ്ട്. നമുക്ക് ഫ്രൈഡേ വരെയാണല്ലോ എല്ലാ പടത്തിൻ്റെ എഗ്രിമെൻറ്റ്സ്. അപ്പോൾ നാളെ മുതൽ കുറച്ചും കൂടെ തിയേറ്റേഴ്സ് കൂടുന്നുണ്ട്. ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 35 ഷോയാണ് എക്സ്ട്രാ കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇത് കൂടുതലും പ്രേക്ഷകരിലേക്ക് എത്തി കാണാത്തവരും സിനിമ കണ്ട് തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന എല്ലാ മെറ്റീരിയലുള്ള അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. അത് എല്ലാ കാലത്തും റെലവൻ്റ് ആയൊരു മെസ്സേജാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അതെല്ലാവരും ജനങ്ങൾ കണ്ടിട്ടാണ് ഇനി ബാക്കി പറയേണ്ടത്. നമ്മൾ നമ്മളെ പറ്റി പറയുന്നതിനേക്കാളും ജനങ്ങളാണ്, കണ്ട ജനങ്ങളും കാണുന്ന പ്രേക്ഷകന്റെയാണ് സിനിമ. നമ്മൾ സിനിമ ചെയ്യുന്നവരെ നമ്മളുടെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞ് പ്രേക്ഷകർ തീരുമാനിക്കുന്നതാണ് സിനിമയുടെ എന്തും. സോ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനും സിനിമ ഇറങ്ങിയത് അറിയിക്കാനും കൂടിയാണ് നമ്മൾ ഈ പ്രസ് മീറ്റിന് വരാനുള്ള കാരണം. സോ എന്തായാലും വളരെ സന്തോഷം. ഇനി ആരാണ് സാക്ഷി? Hello. I really hope that you all are enjoying the film. I was not in Kochi yesterday, but I've seen Shane visiting theaters and people have been responding really well. I'm really, really happy. This is my first love story and people are positively responding to it. So we really hope that over the weekend, more and more people will come and watch Hal because they will spread honest reviews and everyone has worked really, really hard on it. So it just feels very grateful and very overwhelming to see such a positive response from Malayalam people. Thank you. സിനിമയെക്കുറിച്ച് പറയാനുള്ള എല്ലാ കാര്യങ്ങളും റഫീഖ് ഭായും ഷെയ്നും നിഷാദൊക്കെ സംസാരിച്ചു. അപ്പോൾ ഓരോ കാലഘട്ടത്തിനും അനിവാര്യമായ സിനിമ അല്ലെന്നുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിനും ഷെയ്ൻ ഉപയോഗിച്ച വാക്ക് കടമെടുക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള സിനിമ എന്ന് പറയുന്നതാണ് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി തടസ്സങ്ങൾ വരിക എന്നുള്ളത് അതും അതിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ ഒരുപാട് കോടതി വിധികൾ, അതിൻ്റെ ഒരു വ്യക്തമായിട്ട് റിലീസ് ഡേറ്റ് പരിധി നടക്കുന്ന ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ടീം, അതിൻ്റെ കറക്റ്റ് ഏത് സമയത്ത് ആര് കൊണ്ട് കേസ് കൊടുക്കും, പിന്നെ ആര് അപ്പീൽ പോകും, ഈ അപ്പീലിൽ നമുക്ക് എങ്ങനെ നമ്മളെ തരണം ചെയ്യാം. വക്കീൽ ഓഫീസ് നമ്മൾ പണ്ട് ശനിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരിടത്ത് പാല് കാച്ചൽ എന്ന് പറഞ്ഞതിന് അത്രയും ബുദ്ധിമുട്ടി ഇറക്കിയൊരു സിനിമയാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും പ്രേക്ഷകൻ അറിയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ തന്നെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ആ വേർഡിക്റ്റ് മാത്രം നമ്മൾ കണ്ടെടുത്താൽ മതി. പക്ഷെ ഇന്നലെ ഷെയ്നോടൊപ്പം പല തിയേറ്ററിലും പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട്, പിന്നെ അവരെയൊന്നും അഭിനയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ചിരിച്ച് അങ്ങനെ എല്ലാവരും ആർട്ടിസ്റ്റായിട്ട് മാറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഈ ഷെയ്ന് ഉള്ള പ്ലസും മൈനസും എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇടിച്ചു കയറി അങ്ങനെ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയൂ എന്നൊന്നും പറയാനുള്ള അങ്ങനെയൊന്നും വെച്ചാൽ ഇറങ്ങൂടാ. വെച്ചാൽ കുമ്പളങ്ങി നൈറ്റ്സിലെ ബോണിയുടെ വേറൊരു പകർപ്പാണ്. ബോണിയല്ല ബോബി. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് നല്ല സിനിമകൾ കണ്ടവരൊക്കെ പറഞ്ഞത്. പിന്നെ ഒരു 35 ഷോസൊക്കെ അഡീഷണൽ കിട്ടുക എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വരുത്തിക്കാനും പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് കയറിയാലേ പറ്റുള്ളൂ. അപ്പോൾ എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ഇന്ന് മുതൽ ഈ ആഴ്ച മുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. അത് കൂടുതൽ കളക്ഷനിലോട്ടും കൂടുതൽ ഫുട്ഫോൾസിലോട്ടും മാറി ബാക്കിയുള്ള വിജയിച്ച സിനിമകളോടൊപ്പം തന്നെ നമ്മുടെ പടവും കൂടി അന്ന് ഈ ക്രിസ്മസും ന്യൂ ഇയറും വളരെ ഹാപ്പി ആയിട്ട് അതിന് മുമ്പോട്ട് പോകാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് നന്ദഗോപൻ. ഞാൻ ഈ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ ഇന്നലെ തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പോൾ വളരെയധികം നല്ല റെസ്പോൺസസ് കിട്ടി, നല്ല സന്തോഷം തോന്നി. നല്ലൊരു റൊമാൻറ്റിക് എൻ്റർടൈനറാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. എനിക്ക് അധികമൊന്നും പറയാനില്ല, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നാണ് ഈ സിനിമ ഇന്നലെ റിലീസായതും. അപ്പോൾ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോൾ തന്നെ അവിടെ ഇന്നലെ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞ കാര്യം, പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് കാണിച്ചു തന്നു എന്നുള്ളതാണ്. വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവരും നല്ല റെസ്പോൺസാണ് പറയുന്നത്. ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ, എന്നെ ഈ സിനിമയിൽ തിരഞ്ഞെടുത്തതിൽ അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഇനിയും കാണാത്തവർ സിനിമ കാണുക, കണ്ടവർ കാണാത്തവരോട് കാണാൻ പറയുക. അപ്പോൾ എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ നന്ദി, നമസ്കാരം.
അതുപോലെ തന്നെ ഞങ്ങളെ ഈ കേസിൻ്റെ കാലയളവിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് മാധ്യമങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. ഒരു 3-3.5 മാസം ഡെയിലി ഈ കേസിനെ കുറിച്ച് അപ്ഡേറ്റ്, ആ മാധ്യമ ശ്രദ്ധ അറിഞ്ഞു കൊണ്ടായിരിക്കാം നമുക്ക് നല്ലൊരു വിധി വന്നതും. ഇത്രയും ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും പിടിച്ചു പറ്റിയ കേസാകുമ്പോൾ വിധി പറച്ചിലിനും കുറച്ച് നീതി കൂടാറുണ്ട്. ആ രീതിയിൽ സെൻസർ ബോർഡും കോടതി വിധിയും എല്ലാം ഒരുവിധം ഈ സിനിമയ്ക്ക് അനുകൂലമായത് വന്നത്. ഇതേമാതിരി എല്ലാ മാധ്യമങ്ങളും, ഈ ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ, ഈ മുഖ്യധാര മാധ്യമങ്ങളായിട്ടുള്ള മീഡിയ വൺ, റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ്, എല്ലാവരും ഒരുപാട് കട്ടക്ക് കൂടെ നിന്നിട്ടാണ് ഞങ്ങളെ വിജയത്തിലേക്ക്, ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന വിജയം അതിലേക്ക് പങ്കുവച്ചതും നയിച്ചതും. അവരെ എല്ലാവർക്കും അക്കമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആ തിയേറ്ററിൽ എത്തിയിട്ട് ഫസ്റ്റ് റെസ്പോൺസ് എന്നുള്ള രീതിയിൽ ഇന്നലെ നടന്ന ഷോകൾ, പല ഷോകളും അറിയാതെ എത്തിപ്പെട്ടവരാണ്. അവരെല്ലാവരും പങ്കുവച്ച റിവ്യൂകൾ പ്രകാരമാണ് ഈ സിനിമ ഇപ്പോൾ നേടിയിട്ടുള്ള ഈ വിജയം. അപ്പോൾ അതിനും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും പോയി കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആവാം. ഒന്നാമത് ആ ചോദ്യത്തിൽ തന്നെ ഈ നിഷാദ് കോയ എന്ന് പറയുന്ന സ്ട്രെസ്, ആ സംഭവം തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു എലമെൻ്റ്. അതായത് ഒരു മുസ്ലിം ആയിക്കൊണ്ട് എനിക്ക് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളോട് എൻ്റെ വിയോജിപ്പോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമോ രേഖപ്പെടുത്താൻ, അത് സിനിമയിലാണെങ്കിലും മാധ്യമത്തിലാണെങ്കിലും എന്താണെങ്കിലും പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ വളരെ പൊരുതി നേടിയൊരു സ്വാതന്ത്ര്യമാണ്. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ, അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ആണെങ്കിലും കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആണെങ്കിലും കടിഞ്ഞാണ്ടുന്ന രീതിയിൽ ചില അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിനോട് കലഹിക്കുക, അതിനെതിരെ സിനിമകൾ ചെയ്യുക, അതിനെതിരെ മാധ്യമ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും, കലയാണെങ്കിലും മാധ്യമ പ്രവർത്തനമാണെങ്കിലും നമ്മളതിൻ്റെ ബേസിക് ഫീൽഡ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു എൻ്റെ കടമ ആണ് നമ്മൾ ചെയ്തത്. ഞാൻ ഈ കഥ ഷെയ്നോട് പറയുമ്പോൾ ഷെയ്ൻ പറഞ്ഞു ഇത് നമ്മളെന്തായാലും ഉടനടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ റഫീഖും എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു നമ്മളുടെ ഒരു ഇനീഷ്യേറ്റീവാണ്. നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് തുറന്നു കാട്ടുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കളമശ്ശേരിയിലൊരു സ്ഫോടനം ഉണ്ടായി. അപ്പോൾ നമ്മളുടെ പോലീസുകാർ ആദ്യം തേടിപ്പോയത് ഈ പറഞ്ഞ നിഷാദ് കോയ എന്ന കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പേരുള്ള ആളുകളാണ്. അതേ സമയത്ത് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ജെന്യൂനായിട്ട് അന്വേഷിച്ചിട്ടുള്ള ഒരു നടപടി എടുക്കുകയായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ, അതായത് ആ പ്രതി സ്വയം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, ആ കേസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ എത്രയോ ചെറുപ്പക്കാർ ഇന്നും ജയിലിലുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ കടമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുന്നതാണ്. മറ്റൊരാളെയും വേദനിപ്പിക്കുന്ന ഒരു ഇതും ആ സിനിമയിലില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സൂചിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് പറഞ്ഞു 19 കട്ട് ചെയ്ത് കഴിഞ്ഞാലും A സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കട്ട് ഒഴിവായി എന്നിട്ടും A സർട്ടിഫിക്കറ്റേ തരുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് A സർട്ടിഫിക്കറ്റിനുള്ള ഈ സിനിമയിലുള്ളത്? അപ്പോൾ എന്തിനാണ് ഇവർ ഭയന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഭയക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു നമ്മളുടെ കടമ നമ്മൾ ചെയ്യുന്നു. ജനങ്ങൾ സ്വീകരിക്കുകയോ ഇല്ല എന്നുള്ളത് അത് അവർക്കും കൂടെ നമ്മൾ പറഞ്ഞ കാര്യം സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കും. അത്രേ ഉള്ളൂ. ഈ സിനിമ സംസാരിക്കപ്പെടുന്ന വിഷയമാണ്. കഥ കേട്ടപ്പോൾ തന്നെ ഷെയ്ന് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. ഇപ്പം നിഷാദ് സർട്ടിഫിക്കറ്റ് അല്ലേ, സെൻസർ ബോർഡിന് ഇത്ര 16-18 വിട്ടുവിടണമെന്ന് പറയുന്നു. അത് വളരെ പോരാടി കട്ടുകളുടെ എണ്ണം കുറച്ച്, ആ ബീഫൊക്കെ വലിയ കട്ട് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത ആള് തന്നെയാണ്. അടുത്ത ആ ബീഫ് ബിരിയാണി പറയുന്നുണ്ട്. അത് പറയുന്ന രീതിയിൽ വ്യത്യാസപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല, അത് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഷൈനി സിനിമയിൽ പറഞ്ഞു എൻ്റെ പേരാണല്ലോ സാറേ റോഡിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് നമുക്ക് മനസ്സിലാഴത്തിൽ തന്നെയാണ്. ആ അത്തരം ഒരു സിനിമ സംസാരിക്കുമ്പോൾ അതിനൊരു പേടിയുണ്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇത് എന്താകുന്നു? ഇല്ല, പേടി ഉണ്ടായിരുന്നില്ല. ആ ചോദിച്ച ചോദ്യം തന്നെയാണ്.
റോണി ചേട്ടൻ സിനിമയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്, എൻ്റെ പേരാണോ പ്രശ്നം? അത് തന്നെയാണ് എനിക്ക് ചോദിക്കുന്നത്. ക്യാരക്ടർ വൈസ് അതാണ് ആ സിനിമ ബേസിക്കലി പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ്. ഒരു കുറച്ച് പേര് ചെയ്യുന്ന കാര്യത്തിന് ഒരു സമുദായത്തിന് മൊത്തം ഒരു കണ്ണിൽ കാണുന്നത് എന്തിനാണ് ഈ സിനിമ ചോദിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളാരും തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മതങ്ങളൊന്നുമല്ല. നമ്മളെല്ലാവരും അതാത് സാഹചര്യങ്ങളിൽ ജനിച്ചു വീണു, നമ്മൾ ഓരോ മതങ്ങൾ ഫോളോ ചെയ്യുന്നു. ഈ മതം എന്താണ്? നമുക്ക് ജീവിക്കാനുള്ള ഒരു ഡിസിപ്ലിൻ മാത്രമാണ്. അതിൻ്റെ പേരിൽ, അതായത് നമുക്ക് ചിട്ടകൾ വേണം ജീവിക്കാൻ. അതിനെ നമ്മൾ ഓക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ നരകത്തിൽ പോകും എന്ന് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പണ്ടായിരിക്കും മതം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊന്നും ഇതിൻ്റെ പേരിൽ, അതായത് നമ്മൾ പോലും തിരഞ്ഞെടുക്കേണ്ട നമ്മൾ ജനിച്ചു വീണ മതത്തിൻ്റെ പേരിൽ എന്തിനാണ് ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അത് പറയുന്നത്? അത് ഓരോ സമൂഹത്തിനും എന്നൊക്കെ ഒരു സമൂഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിനും ബാധകമാണ്. പല രീതിയിൽ പല വിഷയങ്ങളാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. അത് തന്നെ സിനിമയിൽ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫോർമാറ്റിൽ നിന്നുകൊണ്ടിട്ട് ഇപ്പം ഞാൻ പറയട്ടെ, ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഡ്രാമയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിനകത്ത് പാട്ട്, ഡാൻസ്, ലവ് സ്റ്റോറി ഇതെല്ലാം ഉള്ളൊരു സിനിമയിലാണ് ഈ ഒരു ആശയം നമ്മൾ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് റെലവൻ്റ് ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അങ്ങനെയില്ല, എല്ലാ സീനും നല്ലതായിരുന്നു. അങ്ങനെ ഇന്നൊരു സീനിന് എടുത്ത് പറയാനായിട്ടില്ല എനിക്ക്. ടോട്ടലി എനിക്ക് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായിപ്പോൾ കാണാത്ത ആൾക്കാർ അല്ലേ, സിനിമ കണ്ടവർക്ക് അല്ലേ, കാണാത്തവർക്ക് ചിലപ്പോൾ ഞാൻ സീനുകളൊക്കെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലാണല്ലോ കൂടുതൽ സിനിമയുള്ളത്. ഫസ്റ്റ് ഹാഫ് ഇതിൻ്റെ സെറ്റിംഗ് അപ്പ് മാത്രമാണ്. ഇവർ സ്നേഹിച്ച് ഒളിച്ചോടിയാൽ മാത്രം നടക്കുന്നൊരു കഥയാണ്, അല്ലെങ്കിൽ ഈ കഥ നടക്കില്ല. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാനുള്ളൊരു ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു, ഇവർക്ക് എന്തെല്ലാം നേരിടേണ്ടി വന്നു, ലാസ്റ്റ് ഇത് എങ്ങനെ അവസാനിക്കുന്നതാണ് സിനിമ. അതെ 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 ഇതൊരു എല്ലാവരുടെയും ഒരു ടീം വർക്കാണ്. ഒരു നല്ലൊരു പ്രോഡക്റ്റിന് എല്ലാ മേഖലയും നല്ല രീതിയിൽ അവരുടെ ബെസ്റ്റ് കൊടുത്താൽ മാത്രമേ നല്ലൊരു സിനിമ ഉണ്ടാവുള്ളൂ എന്നാണ്. അത് എല്ലാവരുടെയും ബെസ്റ്റ് ഉണ്ട്. താങ്ക് യു താങ്ക് യു. ഇത്രയും നിയമ പോരാട്ടങ്ങൾ കഴിഞ്ഞു വന്നെങ്കിൽ പോലും ചിലപ്പം പട്ടേൽ സിനിമ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് പറയുന്ന പോലെ ഇത് ഈ സമയത്തിന് ഇറങ്ങേണ്ട ഒരു സിനിമയായിട്ട് തോന്നി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇൻസിഡൻസുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ക്രിസ്മസ് റിലേറ്റഡ് പല സ്ഥലങ്ങളിൽ നടന്ന ആരാധനാലയങ്ങളിൽ നടന്ന പല ക്രൈമുകൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറയുന്നത് ഈ കാസ്റ്റ് പൊളിറ്റിക്സും റിലീജിയൻ പൊളിറ്റിക്സും ഉണ്ട്, അത് മാറ്റാൻ പറ്റത്തില്ല. അതിൻ്റെ പേരിൽ അധികാരം ഉണ്ടെങ്കിൽ എന്തുവാകാം എന്നൊരു ഇതുകൂടെ ഉണ്ട്. ഈ സിനിമയിൽ അത് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ട്രഗിളിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും ഫൈറ്റ് ചെയ്തതിന് ശേഷവും ഇത് ആളുകളുടെ റെസ്പോൺസ് കാണുമ്പോൾ ഉണ്ടാവുന്നില്ല. ചിലർ നല്ലത് പറയും, ചിലത് മോശം പറയും. അത് സ്വാഭാവികമല്ലേ, എല്ലാവർക്കും എല്ലാ പടങ്ങളും അത് അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കഥ നമ്മൾ ചെയ്യുന്നു, അത് ഇഷ്ടപ്പെട്ട പിന്നെ മെജോറിറ്റി ആണല്ലോ നമ്മൾ നോക്കുന്നത്. മെജോറിറ്റി എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്നെ കാണാൻ പറ്റുന്നത് തിയേറ്ററിൽ നിന്ന്. അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യം എൻ്റെ പേഴ്സണലി ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ എല്ലാം എനിക്ക് നല്ല രീതിയിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക, കണ്ടവരുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. വാട്ട് സിറ്റുവേഷൻ ഉണ്ടാവും, പക്ഷെ നമ്മൾക്കതൊരു ഞങ്ങളതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇപ്പോൾ കാണുന്ന മനുഷ്യന് കൈ കൊടുക്കാതെ കാണാത്ത ദൈവത്തെ കൈ തൊടണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഏകദേശം കേരളം അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും കേരളത്തിലെ കാര്യം അറിയുന്നില്ല, റായ്പൂര് കുറെ ക്രിസ്മസ് അപ്പൂപ്പന്മാർക്ക് ഡ്യൂട്ടിയുണ്ട്. ഇപ്പൊ പാലക്കാട് ജീവനുള്ള അപ്പൂപ്പന്മാർക്കല്ല, ജീവനില്ലാത്ത അപ്പൂപ്പന്മാർക്കാണ് കൂടുതൽ ഡ്യൂട്ടി. പാലക്കാട് കിട്ടിയിട്ടുണ്ട്, അത് കുട്ടികളെ എറണാകുളത്തോട്ട് എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ശരിക്കും ശ്രദ്ധിച്ച് കണ്ടൊക്കെ നടക്കുക. കലോത്സംഗത്തിനൊപ്പം ഒന്നും പോവാതിരിക്കുക, ശ്രദ്ധിക്കുക. എവിടെ നിന്നാണ് ഇരട്ടത്ത് കൂമ്പിനടി കിട്ടിക്കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് കാര്യം മാധ്യമം പറയാൻ പോലും പറ്റില്ല. പുള്ളിക്ക് ഡ്യൂട്ടി ഉണ്ടോ പറഞ്ഞു. ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോഴും നമുക്ക് പറഞ്ഞാൽ ഒരു സിനിമ ഇപ്പൊ ഒരു എല്ലാത്തിനും സുപ്പീരിയർ വന്ന അധികാരമാണ്, പവറാണ് പറയുന്നത്. പവർ ഉള്ളതിന് എന്തും ആകാം, ഞാനാണ് അധികാരത്തിൽ എന്തും ആകാം എന്നൊരിത്. നേരത്തെ സിനിമ എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാനും അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യാനുണ്ട്. ഇന്നത് തെറ്റെന്ന് പറഞ്ഞാൽ പോലും
എൻ്റെ ജീവന് ആപത്താണ് അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവർക്ക് ആപത്താണ് എന്നൊരു ലെവലിലേക്ക് വന്ന് എനിക്ക് അവർ പറയാൻ പോലും മടിക്കുകയാണ്. ഈ ഒരു ചോദ്യത്തിനകത്ത് 10 ചോദ്യം വെക്കലാണ്. എനിക്ക് എല്ലാം കൂടി പ്രോസസ് ചെയ്ത് തരുന്നില്ല. ഇത് പറഞ്ഞു കറക്റ്റ് കിട്ടുന്നില്ല. എന്നെ കുഴി ചാടിക്കല്ലോ പ്ലീസ്. റോണി ചേട്ടൻ്റെ പെർസ്പെക്റ്റീവില് ഇപ്പം സിനിമ എടുത്തത് ഈ സിനിമ തന്നെ എടുത്തു, ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോഴും അതിനകത്ത് ചില സീനുകളുണ്ട്, അല്ലെങ്കിൽ രാഗിയുടെ ഇത് എടുത്ത് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തെ അല്ലെങ്കിൽ അവരെ കാണിച്ചിട്ട് അവരുടെ എന്താണെന്ന് കാണിക്കുക ചെയ്യും. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ഇത് എത്തിച്ചിട്ടും ഇങ്ങനെയാണ് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്നലെ പടം ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ എക്സെപ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓരോ തിയേറ്ററിലും 4 ഷോ വെച്ചല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ കഴിഞ്ഞ ഷോസൊക്കെ വളരെ പോസിറ്റീവാണ്. ഇതിനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വീക്കെൻഡിലോട്ട് എത്തുമ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തി. ആ പടത്തിനകത്തൊരു പോസിറ്റീവ് മെസ്സേജ് ഉണ്ട്, ഒരു സംശയമില്ല. പിന്നെ നമ്മൾ ചുറ്റുപാടും നടക്കുന്ന എല്ലാം നമ്മൾ നോക്കിയിട്ടൊരു കലാകാരൻ ഒരിക്കലും സിനിമകൾ എഴുതാനോ അല്ലെന്നുണ്ടെങ്കിൽ സംവിധാനം ചെയ്യാനോ അഭിനയിക്കാനോ പറ്റില്ല. കലാകാരൻ എന്ന് പറയുന്നത് ഏത് ആസ്പെക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു നേരത്തെ പറഞ്ഞത് തന്നെ ടീം വർക്കാണ്. ഒരാൾ കഥ എഴുതുന്നു, അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്നു, അതിനുശേഷം പല പല ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ കൂടി ചേർന്ന് അതിനെ എന്താ പറയുക ഒരു ടീമായി മാറി അത് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ എത്തിക്കുമ്പോഴേക്കും എത്രയോ വിഭാഗം ആൾക്കാർ വർക്ക് ചെയ്തു. അത് എടുക്കുന്നത് പിന്നെ പ്രേക്ഷകൻ അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പൂർണ്ണമായിട്ടും അവൻ്റെ വിവേചന ബുദ്ധിയും അവൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അവൻ്റെ എന്താ പറയുക ഒരു പുള്ളിയാണ് ഡിസൈഡ് ചെയ്യണത് ആ പടം ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ കണ്ടപ്പോൾ അവിടെ കണ്ടിട്ടുള്ളത് ഏകദേശം നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ പേരും വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. നീ സിനിമ കണ്ടു? നീ ഇത്രയും ചോദ്യം ചോദിച്ചിട്ട് അവസാനം സിനിമ കണ്ടില്ല എന്നാണ് പറയാൻ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല കാര്യം. നീ സിനിമ കണ്ടു. അപ്പോൾ ഈ ഇലക്ഷനൊക്കെ കിടക്കല്ല, അടുത്ത വർഷം നിയമസഭയുണ്ട്, ഇതിന് മുമ്പോട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമല്ലേ. എന്നാലും അടുത്ത വർഷം ആകുമ്പോഴേക്കും കുറേ കൂടി അപ്പൂപ്പന്മാർക്ക് ക്രിസ്മസ് അപ്പൂപ്പന്മാർക്കും പപ്പാത്തിക്കും കിട്ടും. അതെനിക്ക് ഉറപ്പാണ് ഈ പോക്കാണെന്നുണ്ടെങ്കിൽ. പിന്നെ അവിടെയൊക്കെ നമ്മൾ ഗോവ ആ ഭാഗത്തേക്കും പോയി കഴിഞ്ഞിട്ട് രാത്രി കുർബാനയ്ക്ക് പോയി നല്ല ഇടി കിട്ടും, അതെനിക്ക് ഉറപ്പായി. നമ്മുടെ കേരളത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാസർഗോഡ് ട്രിവാൻഡ്രം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചൊക്കെ നടക്കുക. അല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട്. എന്തോ ചോദിക്കാൻ വരുന്ന പോലെ തോന്നുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ വലിയ വിമർശനം ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ലെജൻഡാണ് ഇപ്പോൾ നമുക്ക് പോയത്. ശ്രീനേട്ടൻ ഇപ്പോൾ ഇവിടെ എല്ലാ പാർട്ടികളെയും അടച്ചാക്ഷേപിച്ച് ചെയ്തൊരു സിനിമയാണ് സന്ദേശം. ഇപ്പം 32 വർഷം കഴിഞ്ഞിട്ടും ഇന്നും അതിൻ്റെ ട്രോളുകളാണ് പല മീഡിയക്കാരും അതെടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നായിരുന്നു ആ പടം ഇറങ്ങിയെന്നുണ്ടെങ്കിൽ എവിടേക്ക് എത്ര കട്ട് ഏതൊക്കെ റീലുകൾ എങ്ങനെയൊക്കെ ആയിരുന്നേ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. സാറിനെ ഞാൻ അമ്പലത്തിൽ കണ്ടു എന്ന് ശനിയായിട്ടും ശങ്കരാടിച്ചാനോട് ചോദിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കും. ഇന്നൊക്കെ ആണെങ്കിൽ എന്തായിരുന്നെ അല്ലേ അറിയില്ല. ശരി മതി. ഒരു സിനിമ ഒരു അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യത്തെ അഭിപ്രായം എന്ന് പറയുന്നത് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നായിരുന്നു. സിനിമ ആസ്വദിച്ചു എന്ന് കോടതി പറഞ്ഞു. ഒരുപക്ഷെ അവർക്ക് കണ്ട് ആ തീരുമാനം എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അത് ഓപ്പണായിട്ട് സിനിമ ആസ്വദിച്ചെന്ന് അങ്ങനെ തന്നെ പറയേണ്ടി വന്നു. അപ്പോൾ അത് പറയിപ്പിക്കാൻ പറ്റിയത് തന്നെ ഈ ടീമിൻ്റെ ഒരു വലിയൊരു വിജയമായിട്ടാണ് തോന്നുന്നത്. താങ്ക് യു. അപ്പോൾ എന്നിട്ടും കൂടി അതിനകത്ത് കട്ടുകൾ വരാനുള്ളതിൻ്റെ ഒരു കാരണം അത് ചിന്തിച്ചായിരുന്നോ? കട്ടുകളുണ്ടോ? അത് നമ്മൾ അഡ്വക്കേറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. കോടതി ഒരു ഭാഗം കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് ആദ്യം 1 മുതൽ 8 വരെ ഉള്ള കട്ടുകളെ നിർദ്ദേശിക്കുന്നതാണ്. അതിൽ അഡ്വക്കേറ്റ് ആദ്യം വാദിക്കുമ്പോൾ പറയാണ് 1 മുതൽ 4 വരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. 5ഉം 6ഉം സംസാരിക്കുകയും ചെയ്യാം. അതായത് 1 മുതൽ 4 വരെ ശരിക്ക് ഒരു ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് സംസാരിച്ചത്. പക്ഷെ കോടതി നോട്ട് ചെയ്ത് 1 മുതൽ 4 വരെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പറ്റില്ല, 5ഉം 6ഉം ഞങ്ങൾ സമ്മതമാണെന്ന് കോടതി നോട്ട് ചെയ്തു. അത് അഡ്വക്കേറ്റ് തിരുത്തി കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ജഡ്ജ്മെന്റിൽ വരെ പറഞ്ഞിട്ടുണ്ട് കക്ഷികൾ സമ്മതിച്ചുകൊണ്ട് 5ഉം 6ന്റെ മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല. അതായത് ജഡ്ജ്മെന്റ് വന്നത് 5, 6 അതിൻ്റെ മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല കക്ഷികൾ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ അപ്പീൽ കോടതി പോകണം. അത് പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ വിധിക്കെതിരെ
കത്തോലിക്ക സഭ അപ്പീൽ പോയത്. അപ്പോൾ വീണ്ടും ഡിലേ ആകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഒരുപാട് തവണ ഞാൻ ആ വിധി വായിച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൽ ഒരു ഐഡിയ കിടപ്പുണ്ട്. ഇത് പുറത്തുവിടാവുന്നതാണ്. ഞാൻ കോടതിയിൽ അവർ എഴുതി കൊടുത്ത് ബീഫ് ഈറ്റിംഗ് സീൻ എന്നാണ്. ബീഫ് ഈറ്റിംഗ് സീനാവുക എപ്പോഴാണ്? ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിച്ചിറക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ കഴിച്ചിറക്കുന്ന ഭാഗം കട്ട് ചെയ്തു. മനസ്സിലായോ? അവർക്കും കോടതി പുതിയ വന്ന് പറയാൻ പറ്റില്ല. ഞാൻ സമ്മതിച്ചാണ് കോടതി സമ്മതിച്ചത്. അപ്പൊ ബീഫ് ഈറ്റിംഗ് സീൻ ആ ഇറക്കുന്നത് കട്ട് ചെയ്തു. പിന്നെ അവർ ആഭ്യന്തര ശത്രുക്കൾ എന്നൊരു വാക്കുണ്ട്. അത് ഞാൻ വളരെ രസകരമായി ഞങ്ങൾ ഡോറ ബുജി എന്നൊരു ക്യാരക്ടർ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അങ്ങനെ മാറ്റി. ഡോറ ബുജി ഇവിടെ നിരോധിക്കാൻ പറ്റില്ലല്ലോ, ഇല്ലല്ലോ. പിന്നെ ഗണപതി വട്ടം അത് ചിദംബര വട്ടാക്കി. ഇനി ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക. വളരെ ഗംഭീര വലിയൊരു സിനിമ ഒന്നല്ല. ഒരു മതത്തെയും ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ എല്ലാവരും പറയുന്നു ജിഹാദി അല്ലെങ്കിൽ മുസ്ലിംസ്. മുസ്ലിം വിഭാഗം ചെയ്തൊരു തെറ്റാണ് ഇതിൽ എടുത്തു കാണിച്ചിട്ടുള്ളത്. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. വളരെ നർമ്മത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആ മുസ്ലിം വിഭാഗം ചെയ്ത തെറ്റ് പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ മുസ്ലിം വിഭാഗത്തിന്റെ സിനിമ ആവുന്നു? ഇത് മുസ്ലിം മത തീവ്രവാദത്തിനെതിരെ ഈ 2 മണിക്കൂറുള്ളിൽ പറയാൻ പറ്റില്ല, പറയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു സീരിയൽ അല്ലെങ്കിൽ വെബ് സീരീസ് പോലെ എടുക്കണം എല്ലാ വിഷയങ്ങളും പറയണേ. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന സാധനം ഒരു എന്റർടൈനറിൽ ഞങ്ങൾ 1-2 മെസ്സേജ് ആക്കി ഞങ്ങളത് നമുക്ക് പറയേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സെൻസർ ബോർഡിനോ ഒരു കോടതിക്കോ ആർക്കും വെട്ടേണ്ടി വന്നിട്ടില്ല. വെട്ടണമെന്ന് ഒരാളും തീരുമാനം എടുത്തിട്ടുമില്ല. അങ്ങനത്തെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ജഡ്ജ്മെന്റ് ഈ സിനിമ കണ്ട് വളരെ നല്ല സിനിമ എന്ന ഞങ്ങൾ ഈ കട്ട് ചെയ്ത് ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ ഈ വേർഷനാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് കാണിച്ചു കൊടുത്തത്. ഇനി ഒന്നും ചെയ്യേണ്ട, ഒരു കട്ടുകൾ മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ ആവശ്യമില്ലാത്ത സിനിമ എന്നാണ് അവസാന വിധി വന്നത്. പറഞ്ഞിരുന്നു നമ്മളെ ക്രൂ മെമ്പേഴ്സൊക്കെ പറഞ്ഞിരുന്നു പാസ്സാവില്ല, ബീഫ് പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ രാഗി ബ്ലർ ചെയ്യാൻ ബ്ലർ ചെയ്തൊന്നും ജീവിതത്തിൽ ആരും മാഞ്ഞു പറ്റില്ല. എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ തുടച്ചു മാറ്റാൻ പറ്റും ഇല്ല. ഇപ്പൊ ബ്ലർ ചെയ്യാനോ പറഞ്ഞു, ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളിവിടെ പ്രൂവ് ചെയ്തിട്ട് അത് അവര് അറിയില്ല. അവര് ഒരു ബോർഡിന്റെ തീരുമാനം നമ്മൾ എല്ലാവരും മുന്നിൽ വെച്ചിട്ടുള്ള ചർച്ച ചെയ്യും. അവര് തീരുമാനം എടുത്തിട്ട് അത് തീരുമാനമാക്കിയതിനു ശേഷം നമ്മളെ അകത്തോട്ട് വിളിക്കുക ചെയ്യും. എന്നിട്ട് ആ തീരുമാനം നമ്മളോട് പറയും. അവർ പറഞ്ഞ തീരുമാനങ്ങൾക്ക് ഒരുപാട് കൂടുതലായിരുന്നു. ഇതിലത്തെ ഒരു റാപ്പിന്റെ വരികൾ മാറ്റാൻ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മതവിഭാഗത്തിലത്തെ പെൺകുട്ടിയെ വേറെ മതവിഭാഗം കല്യാണം കഴിക്കാൻ പാടില്ല. പിന്നെ ആ പെൺകുട്ടി നായകൻ്റെ കൂടെ ബൈക്കുമ്പോൾ പോകുമ്പോൾ എങ്ങനെ ആ നായകൻ വേറെ സമുദായത്തിൽപ്പെട്ടതല്ലേ, ആ സമുദായത്തിൽപ്പെട്ടവൻ്റെ കൂടെ എങ്ങനെ ഞങ്ങൾ ബൈക്കിൽ ഇരിക്കാന്ന് വരെ അവരുടെ പെറ്റീഷനിലുണ്ട്. അല്ല ഇനി ഇതൊരു ഈ സിനിമ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു വിധിക്ക് വേണ്ടിയിട്ട് ഇനി സെൻസറിന് ആര് കേസുമായിട്ട് പോയാലും ഇപ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വിധി ഹാലിൻ്റെ വിധിയാണ്. ഈ വിധി എടുത്തിട്ടായിരിക്കും ഇനി എല്ലാ സിനിമക്കും ഒരു റെഫറൻസ് ആയിട്ട് വെക്കുക. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തിട്ട് അവസാനം വരെ പോയത്. ഇനി മറ്റേ ഈ വിധിയിൽ തന്നെ ഉണ്ട്, സെൻസർ ബോർഡിനാണ് ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി കൊടുക്കാനുള്ള അവകാശം, സർട്ടിഫിക്കേഷൻ്റെ അവകാശം. U ആണോ A ആണോ 16+ ആണോ. പക്ഷേ ആ അവകാശം ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കടന്നു കയറ്റമായി കാണരുത്. ഞങ്ങൾ കോടതിയുണ്ട് ഇവിടെ എന്നാണ് വിധിയിൽ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ അതായത് ഒരാൾ പോലും ചിന്തിക്കാത്ത ലെവലിലൊക്കെ ചിന്തിച്ചിരിക്കലൊക്കെ ഒരു പറയാൻ നടന്നത് വല്ലാത്തൊരു ചിന്തയാണ്. അപ്പം
അങ്ങനെയുള്ളപ്പോൾ അവർക്കെതിരെ ഒരു കേസ് കൊടുത്തുകൂടെ? കാരണം ഒരാളെങ്കിലും എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ആദ്യത്തെ ഒരു ഇൻസിഡന്റ് അല്ല. ഇതിനു മുമ്പും പല സിനിമകളിലും ഒരു പേരിന്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയുടെ പേര് മാറ്റേണ്ടി വന്നിട്ടുണ്ട്, 2-3 പേരുകൾ കഥാപാത്രത്തിന്റെ പേരുകൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോ ആരുടെയോ എന്തോ തീർപ്പവകാശം എന്ന പോലെ തന്നെയാണ് ഒരു വിഭാഗം ആളുകൾ നമ്മൾ ഒരു കലാകാരന്മാരോടല്ല ശരി ആളുകളോടായാലും പെരുമാറുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ളപ്പോൾ ഒരാളെങ്കിലും തിരിച്ച് ഇപ്പൊ നല്ലൊരു മാറ്റം താങ്കളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു മാർക്ക് തന്നെയായിരിക്കും ഈ സിനിമ. ഒരാൾ തുടങ്ങുമ്പോൾ ഇനി അടുത്ത ആൾ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ ഒരാൾ ചെയ്തിട്ടുണ്ട്, എന്റെ പുറകെ പോകാം എന്നൊരു ധൈര്യമായിരിക്കും അവർക്ക്. അപ്പോൾ താങ്കൾക്ക് ഇത് തിരിച്ച് അവർക്കെതിരെ ഒരു കേസ് കൊടുത്തുകൂടായിരുന്നു? നമ്മൾ അവർക്കെതിരെ കൊടുത്ത കേസാണ് ഇപ്പോൾ നമുക്ക് വിധി അനുകൂലമായത്. ഇതൊരിക്കലും അവർ ചെയ്യുന്നത് അവരെ തെറ്റല്ല. ഇപ്പോൾ ഒരു ക്രൈം ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അവർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ പറ്റുക. ഇത് അവരുടെ അധികാര പരിധി വരുന്ന അധികാരം ദുരുപയോഗം ചെയ്യല. അതിന് ഹയർ അതോറിറ്റിയാണ് ഹൈക്കോടതി. സെൻസർ ബോർഡ് ഒരു പൊതു ബോർഡാണ്. ആ ബോർഡിൻ്റെ അവർക്ക് എടുത്ത തീരുമാനം പൊതുസമൂഹത്തിന് ആക്സെപ്റ്റ് അല്ലെങ്കിൽ അതിന് മുകളിൽ പോകേണ്ടത് നമ്മളാണ്. അതിന് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളതാണ് കോടതി. അപ്പോൾ ഇത്രയും കാലം ഈ സിനിമ സെൻസർ ബോർഡിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരാൾ സാമ്പത്തികം തരാണെങ്കിൽ അതൊരു ഫയൽ ചെയ്യാൻ വേണ്ടി 138 അങ്ങനെയൊക്കെ IPCയിലും ഇപ്പോൾ BNSലും ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇന്നവരെ ഇല്ല. സെൻസർ ബോർഡിൽ നിന്ന് വന്നിട്ട് ഒരു അപ്പീൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഹൈക്കോടതി ഉണ്ടാകുന്നില്ല. അതിന് ഞാൻ ഫയൽ ചെയ്തു. MFA ഒരു നമ്പർ ഇട്ടിട്ട് അതിനും ഹാൽ എന്നുള്ള റെഫറൻസാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനിയും ഇത്ര ബുദ്ധിമുട്ടില്ല. ഇനി സെൻസർ ബോർഡിന്റെ കട്ടുകൾ വന്ന അടുത്ത സിനിമ പ്രവർത്തകർക്ക് മുന്നോട്ട് പോകാൻ. നമ്മൾ കേട്ട് കേൾക്കുന്നത് ആ ഒരു സംഭവം എഴുതുമ്പോൾ താങ്കൾക്ക് അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ട്? നേരിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതോ ഇത് പറഞ്ഞു കേട്ടതാണോ? ഇല്ല, നമ്മൾ പൊതുവെ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു സാധനം നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പല ആൾക്കാർക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ പൊതുവെ വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ കൊണ്ട് നമുക്ക് അങ്ങനെ ശീലമില്ല. എന്നാലും കേരളത്തിന് പുറത്ത് അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ട്. അതായത് അങ്ങനെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ട്. നമുക്ക് കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മളുടെ ID പ്രൂഫാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറച്ചധികം ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ. അപ്പോൾ എനിക്ക് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് പാലാരിവട്ടത്തൊരു ചെരുപ്പിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പർച്ചേസിന് വേണ്ടിയിട്ട് ബോംബെയിലും ഡൽഹിയിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം പനവേൽ സ്റ്റേഷനിൽ വെച്ചിട്ട് എന്നെ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പോലീസ് പിടിച്ചു. ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു എൻ്റെ മൊബൈൽ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ബോംബെയിൽ പോയപ്പോൾ എടുത്ത താജ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് മുമ്പാണ് താജ് ഹോട്ടലിൽ മറ്റേ ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ നടന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതെന്താണ് എന്ന് ചോദിച്ചു. പിന്നെ കേരളത്തിൽ വന്നാണ്, അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് ചോദിച്ചു, നിഷാദ് കോയ എന്നുള്ള പേര്. അങ്ങനെ ഞാൻ ട്രെയിൻ വന്ന് സ്റ്റേഷനിൽ നിർത്തി ജസ്റ്റ് പാസ് ചെയ്യുന്നതിന് മുമ്പ് മാത്രം ഏകദേശം 1 മണിക്കൂറോളം അവരെന്നെ ചോദ്യം ചെയ്ത് ആ ഒരു മണിക്കൂർ ഞാൻ അനുഭവിച്ച ഒരു സ്ട്രെസ്സും മാനസിക പിരിമുറുക്കവും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അത് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്കത് വളരെ സിമ്പിളായിട്ട് തോന്നും. ആ സമയത്ത് ഞാൻ അവിടുന്ന് ഊരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ATM കാർഡ് മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിൻ മിസ്സായിട്ടാണ് ബോംബെയിൽ നിന്ന് പനവേലിലോട്ട് ടാക്സി വിളിച്ചെത്തിയത്. അപ്പോൾ ഏതെങ്കിലും ATM കൗണ്ടറിൽ നിന്ന് പൈസ എടുക്കാം സ്റ്റേഷനിൽ നിന്നൊക്കെ ഉള്ള ആയിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ ട്രെയിനിൽ ലാസ്റ്റ് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭക്ഷണത്തിനുള്ള പൈസയില്ല. ട്രെയിനിൽ വെച്ചിട്ട് എനിക്ക് ഇന്നും അയാളുടെ മുഖം ഓർമ്മയുണ്ട്. അയാളാണ് എനിക്ക് രാത്രിയും രാവിലെയും ഭക്ഷണം വാങ്ങിച്ചു തന്നത്. അയാളൊരു മുസ്ലിമല്ല, ഒരു ഹിന്ദുവാണ്. പക്ഷെ ആ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഞാൻ മറക്കില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കലാകാരന്മാരാകുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണല്ലോ നമ്മളുടെ സിനിമകളിലും ഒക്കെ വരും. അങ്ങനൊരു പ്രചോദനമുണ്ട് ഈ സെയിം അവസ്ഥ എന്നുള്ളത്. ഇപ്പൊ അതിലെ അദ്ദേഹം പറയുന്ന സീൻ തന്നെ പറയാം. ഇപ്പൊ പോലീസ് സ്റ്റേഷൻ നടന്ന സീൻ പറഞ്ഞ ഒരാളുടെ പേര് പറയുമ്പോൾ ഓക്കെ
എന്ന് പറയുമ്പോൾ മറ്റേ ആളുടെ പേര് പറയുമ്പോൾ എന്നാൽ പിന്നെ നിനക്ക് വല്ല പണിക്ക് പോയിക്കോടെ, പിന്നെയാണ് താങ്കളുടെ പേര് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സീൻ. അതായത് അവിടെ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. എന്താണ് ഞാൻ ഇവിടെ അടിക്കപ്പെടുകയാണോ അല്ലെങ്കിൽ എന്താ പറയുക അടിച്ചമർത്തപ്പെടുകയാണെന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, തിരിച്ചറിയുന്ന ഒരു സൗഹാർദ്ദത്തിൽ നിന്ന് മതം മാത്രം സൗഹൃദമാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഇപ്പം ഒരാളെ നോക്കണമെങ്കിൽ അയാളുടെ പേരും നാളും അയാളുടെ ജാതി മതം അറിഞ്ഞാൽ മാത്രമേ പരിചയപ്പെട്ട മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയുണ്ട്. അത് ഇതെല്ലാവർക്കും ഇല്ല ബ്രോ. അതായത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട എല്ലാവരുടെയും, അതായത് ഞാൻ മനസ്സിലാക്കി 90% ആൾക്കാർക്ക് ഇതൊന്നും ഇല്ല. കുറച്ച് ശതമാനം ഉള്ളൂ. അവര് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു പാലിനകത്ത് ഒരു തുള്ളി വിഷം വീണെങ്കിൽ ഞാൻ പാല് കേടാവെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ എല്ലാവരെയും അങ്ങനെ പറയാൻ പാടില്ല. ഇഷ്ടം പോലെ ആൾക്കാർ ഈ പറയുന്ന മെസ്സേജ് സപ്പോർട്ട് ചെയ്യുന്ന എത്ര മെസ്സേജസ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം പറയാൻ ആഗ്രഹിച്ച കാര്യം പറയുന്നു പറഞ്ഞു. അപ്പൊ അതിനർത്ഥം അതൊരു മൈനോറിറ്റിയാണ് എന്നുള്ളതാണ്. അത് പക്ഷെ അത് നമ്മൾ പറയേണ്ട വിഷയമായതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. അതങ്ങനെ നമ്മൾ ഒരിക്കലും അല്ലെ ഒരു ഭയങ്കര കഥാപാത്രം ഒരുപാട് പേരെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അത് ഉണ്ട് ബ്രോ. സൊസൈറ്റിയിൽ അങ്ങനെ പല രീതിയിൽ ഉള്ള ആൾക്കാരുണ്ട്, കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതൊരു മൈനോറിറ്റി ആണെന്ന് ഞാൻ പറയുള്ളൂ. ബാക്കി എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ലെന്നേ. നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നുള്ളൂ. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഒരു പണിക്ക് പോകണതിന് കുടുംബമായിട്ട് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ പൈസയൊക്കെ ഉണ്ടാക്കി. അത് അത്രേ ഉള്ളൂ. ബേസിക്കാണ് നമ്മുടെയൊക്കെ ജീവിതം. അതിന് എല്ലാവർക്കും ഒരേ അല്ല തട്ടല്ലേ ഇത്. നമ്മൾ ഇതിനല്ലാണ്ട് വ്യത്യസ്തങ്ങളായ മതം എന്ത് കിട്ടാനാ? എന്താ ഒന്നും ഇല്ല ബ്രോ. അത്രേ ഉള്ളൂ. അപ്പൊ നോക്ക്, മതം, ജാതി, കളറ്, രാജ്യം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയല്ലേ. ശരിക്കും ജനിച്ച് ഇവിടെ കൊച്ചിനോട് നിങ്ങൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും മനസ്സിലാവും? ഒരു 3-4 വയസ്സൊക്കെ കഴിയുമ്പോഴല്ലേ നമ്മൾ ഈ സാധനം ഇട്ടിട്ട് കൊടുക്കുമ്പോഴേ ഈ കുട്ടിക്ക് ഇത് മനസ്സിലാവണുള്ളൂ. ഈ കുട്ടിക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയുമല്ലോ ഇല്ല. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞല്ല, ഒരു ചവിട്ടുകുട്ടിയുടെ അകത്തുനിന്ന് ഒരു ചെറിയ കൊച്ചിനെ കിട്ടിയ ഒരു കുട്ടീനെ കിട്ടി. അല്ല, കുട്ടീനെ 10 വയസ്സുള്ള ഒരു കുട്ടീനെ കിട്ടണം. അപ്പൊ അതിനെ വളർത്തിയത് പട്ടിക്കുഞ്ഞുങ്ങളാണ് അതിനെ വളർത്തിയത്. ഞാൻ ഒരു പോസ്റ്റ് വായിച്ചതാണ്. പക്ഷെ ആ കുഞ്ഞ് 11ാമത്തെ വയസ്സിൽ നമ്മൾ പോയിട്ട് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോ ആ കൊച്ചു കുരച്ചു. എന്നാ മനുഷ്യൻ കുരയ്ക്കും. അപ്പൊ ഇതിനെ വളർത്തി കൊണ്ടുവന്ന സ്ഥലത്തു നിന്നാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മുടെ എല്ലാവരുടെയും ബേസ്മെന്റ്, നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പകാലത്ത് നമ്മളെ ഫീഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളാണ്. ആ കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ ഭൂമിനെ കാണുന്നുള്ളൂ. അങ്ങനെ ആയിരിക്കും. ഇൻഫ്ലുവൻസ് അല്ല, ഈ കുട്ടികൾ ഇനി സ്വന്തം മതത്തിൽപ്പെട്ടവരെ മാത്രം പരിഗണിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയമാണ് അവർക്ക് വേണ്ടത്. എല്ലാ മതത്തിലും ഇപ്പോൾ അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിനെ സ്നേഹിച്ച് അവളെ അന്യമതത്തിൽ തന്നെ ജീവിക്കാൻ അല്ലെങ്കിൽ ഇതര മതത്തിൽ തന്നെ ജീവിക്കാൻ അനുവദിച്ചാൽ, ഒരു വീട്ടിൽ 2 മതം ഉണ്ടെങ്കിൽ ഈ വർഗീയത വരും? വർഗീയത വരില്ല. അപ്പൊ വർഗീയത ഉണ്ടെങ്കിലാണ് ഇന്ന് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഒരു വർഗീയത വിറ്റുകൊണ്ടാണ് ഇവിടെ വോട്ട് ബാങ്കും ഭരണങ്ങളും എല്ലാം നടന്നു പോകുന്നത്. ഒരു സമയത്ത് ഇലക്ഷൻ ആകുമ്പോൾ ഒരു വർഗീയത പാർട്ടിനെ കൂട്ടുപിടിക്കുന്നു, ഒരു സമുദായത്തിനെ കൂട്ടുപിടിച്ചിട്ടാണ് വോട്ട് ബാങ്കിലാണ് എല്ലാം നടക്കുന്നത്. അപ്പൊ അതില് ഇപ്പൊ നമ്മളെ സിനിമ കണ്ട് ഈ ലോകം മുഴുവൻ രക്ഷപ്പെടുമെന്നും അവർക്കും അറിയില്ല, ഇല്ലാന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ ഒരാളങ്ങനെ ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. എനിക്ക് സെൻസർ ബോർഡിൽ നിന്ന് ഫസ്റ്റ് മുംബൈ പോയപ്പോൾ അവരെന്നോട് ചോദിച്ചത്, ഇവർ ഈ നായകനെ ലവ് ജിഹാദ് പെടുത്തി അകത്തിടാനെങ്കിൽ ഈ സിനിമ സുന്ദരമായതിന്. അപ്പൊ അവരുദ്ദേശിക്കുന്നത് എന്താ? അവരുദ്ദേശിക്കുന്നത് ഒരു സമുദായം അല്ലെങ്കിൽ ഏത് സമുദായം, ഒരു സമുദായത്തിനെ ഞാൻ പറയുന്നില്ല, എല്ലാ സമുദായവും നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ മുന്നിൽ നിൽക്കുന്നവരിൽ ആദ്യം കിട്ടുള്ളൂ. ബാക്കിൽ നിന്നവർക്ക് ഇവന് കിട്ടിയതിനു ശേഷം ബാക്കിയുള്ളവന് കിട്ടും. വരിക്ക് നിൽക്കുകയാണല്ലോ, ആദ്യത്തവന് കിട്ടട്ടെ, അവൻ ഒതുങ്ങിയാലുള്ള രണ്ടാമത്തെ ചെല്ലുള്ളൂ. അപ്പോ ഈ ഒരു സമുദായത്തിൽപ്പെട്ടവൻ വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അവർ പറയുന്നത് ക്രൈം ആക്കിയിട്ട് അവനെ അകത്തിടണം. അപ്പൊ സിനിമ സുന്ദരമായത് അത് എവിടെ ക്രൈം ആവുന്നത്? ശരിക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽ പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാൻ മതം മാറേണ്ട ആവശ്യമില്ല.
അവർക്ക് മതം മാറാതെ തന്നെ കല്യാണം കഴിക്കണം. 2 വേദത്തിൽ ഖുർആനിലും ബൈബിളിലും പറയപ്പെടുന്നത് ഈ മതം മാറ്റം അനിവാര്യമല്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മതപരിക്കും തീവ്രവാദത്തിനും വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ 2 പേര് സുന്ദരമായി സ്നേഹിച്ച് പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. പകരം ഒരാളെ സ്നേഹിച്ച മതം നോക്കി അവനെ കൊല്ലുക, ജയിലിലടക്കുക, ലവ് ജിഹാദ് പറയുക. ഇപ്പൊ ഒരു ലവ് ജിഹാദ് എന്നല്ല പേര് വന്നിട്ടുള്ളൂ, വേറെ മതത്തിന് പേരല്ല. മുസ്ലിം വേറെ പെൺകുട്ടി കെട്ടി ലവ് ജിഹാദ് അല്ലേ? പിന്നെ വേറെ മതത്തിൽ നിന്ന് മുസ്ലിം പെൺകുട്ടി കെട്ടി അതിന്റെ പേരുണ്ടോ? അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ട്. വേറെ പേരൊക്കെ പറഞ്ഞു. അപ്പൊ അതെന്താവട്ടെ, ഞാൻ പറയുന്നത് മുസ്ലിം പെൺകുട്ടിക്ക് ഹിന്ദു പയ്യനെ പ്രണയമാണ്, അവൻ നല്ലവനാണ്, ജോലിയുള്ളവനാണ്, നല്ല സ്വഭാവക്കാരൻ, കല്യാണം കഴിക്കട്ടെ. എന്തിനാ മതം മാറുന്നത്? അതാണ് ഇവിടെ ഇവർക്കുള്ള ബുദ്ധിമുട്ട്. അല്ല, ഇത് പറഞ്ഞ തട്ടത്തിൽ മറയത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് നായകൻ കല്യാണം കഴിച്ചത്. അത് നമ്മുടെ ശ്രദ്ധയിൽ അല്ല, അത് ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റിക്ക് പ്രശ്നം ഉണ്ടായില്ല. പ്രശ്നം ഉണ്ടായില്ല. ഇല്ല, ഇതൊരു ക്രിസ്ത്യൻ പെൺകുട്ടി ഒരു മുസ്ലിം കല്യാണം കഴിച്ചപ്പോൾ ഈ പള്ളിക്കാരും പട്ടക്കാരും ഇറങ്ങി സ്നേഹിക്കുന്നതാണ് എനിക്ക് സ്വയം തോന്നിയത്. അല്ല, അവർക്കും പ്രശ്നമല്ല. അവരെ കൊണ്ട് അതിനകത്ത് അവര് പറയുന്നുണ്ടല്ലോ, ഒരു സീൻ പറയുന്നുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് വന്നോട്ടെ പ്രശ്നമില്ല, ഇവിടുന്ന് അങ്ങോട്ട് പ്രശ്നമല്ല കേട്ടോ, എല്ലാവർക്കും ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. എല്ലാ കമ്മ്യൂണിറ്റിക്കും അവിടുന്ന് ഇങ്ങോട്ട് വരണ ഇഷ്ടമാണ്. ഞങ്ങൾ ഇതിലൊരു സീൻ കാണിച്ചിട്ടുണ്ട്, ഒരു പള്ളി സീൻ. ആര് സിനിമ കണ്ടവർക്ക് അറിയാം. അതിലെങ്ങോട്ട് വരണ രംഗ ഞങ്ങൾ കാണിച്ചു തന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ? ഇതിൽ ആര് തെറ്റ് ചെയ്തുകൊണ്ട് കാണിച്ചിട്ടുണ്ട്? എല്ലാ മതക്കാർക്കും ഇങ്ങോട്ട് വരണം. ഈ മതക്കാർ ചിന്തിക്കേണ്ട ദൈവം ഒരിക്കലും ആളെ കൂട്ടിത്തരാൻ ഇതൊരു മറ്റേ ആ മണി ചെയിൻ പരിപാടിയൊന്നുമല്ല. ഒന്നാമത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ സൗകര്യം കൊടുക്കണ്ടേ? എന്തോ ഒരു പരിപാടി ചെയ്യണം, ഇത്രയും പേര് വരുന്നുള്ള പ്ലാനാക്കി ഉണ്ടാവും. ഒന്നാമതേ ഇതിൽ ഭയങ്കര സ്ത്രീ വിരുദ്ധത ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതങ്ങളിലും നമ്മൾ പ്രണയവിവാഹങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പെൺകുട്ടിയാണ് അവരുടെ വീടും കുടുംബവും ഒക്കെ വിട്ടു വരുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടികൾ ആണിൻ്റെ മതത്തിലോട്ട് മാറാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഒരുവിധം നിങ്ങൾ മുസ്ലിം പ്രണയത്തിലാണെങ്കിൽ ശരി, വേറെ മതത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണെങ്കിൽ മുസ്ലിം, അതായത് ആണ് എല്ലാ സൗകര്യത്തോടും കൂടി അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഉമ്മയുടെയും വാപ്പാടെയും കൂടെ ജീവിക്കുമ്പോഴും പെണ്ണ് അവരുടെ വിശ്വാസവും വീടും എല്ലാം വിട്ടു മാറേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മാറണം എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്സ്. അത് സിനിമയിൽ പറയുന്നുണ്ട്, അത് പറയുന്നില്ല. അത് വേറെ കാര്യമുണ്ട്. അങ്ങനെ മാറി ഈ വീട്ടിൽ വന്നാൽ പോലും ഭർത്താവിന്റെ വീട്ടുകാർ ഉറങ്ങി, ഭർത്താവ് ഉറങ്ങി എന്ന് കരുതി കഴിഞ്ഞാൽ ബാഗിൽ നിന്ന് കൃഷ്ണനെയും കുരിശും അല്ലെങ്കിൽ നിസ്കരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതായത് അവരെ ഉപഭോക്ത മനസ്സ് ചെറുപ്പത്തിൽ പഠിപ്പിച്ച് ആ ഒരു രീതിയിൽ തന്നെ എപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മളെ സ്നേഹിച്ച പുരുഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്നേഹിക്കപ്പെട്ടതിന് വേണ്ടിയിട്ടും ഒരു കപടമായിട്ടുള്ള മതമാറ്റം മാത്രമേ നടക്കുന്നുള്ളൂ. 90% മതം മാറിയവരും യഥാർത്ഥ വിശ്വാസത്തിലും ആധാർ കാർഡിൽ പോലും പേര് മാറ്റിയിട്ടില്ല. അവര് ആ മത സംഘടന കൊടുത്ത പേര് നോർമലായിട്ട് സ്വീകരിക്കും. ഉള്ളിലും രേഖകളിലും അവർ പഴയ പേര് തന്നെ ആയിരിക്കും. 90% പേര് ചെക്ക് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു കാപട്യം നിറഞ്ഞ സ്നേഹം, ആ കാപട്യത്തിന് വേണ്ടിയിട്ടുള്ള കൊലപാതകവും ജയിലിലടക്കലും കേസും ഒരു സമുദായത്തിന് മൊത്തം കുറ്റം പറച്ചിൽ എന്തിന്? ഈ സമുദായ കുറ്റം കേൾക്കുന്ന പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ ഇസ്ലാം മതവും മനസ്സിലാക്കണം, അവരും സ്വീകരിക്കരുത്. കുറച്ച് ഭയങ്കര ഓവർ പൊളിറ്റിക്സ് ആയിപ്പോയി. ഇല്ല, നമ്മളെ ഈ സിനിമയുടെ മൊത്തം കണ്ടന്റ് നിലപാട് എന്ന് പറഞ്ഞ സോങ്ങിലുണ്ട്. എന്താണ് നമ്മളിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? ജാതിയും മതവും എല്ലാം വിട്ടിട്ട് നമ്മൾ ഒന്നിക്കുക എന്ന് പറയുന്ന അത് നന്ദഗോപൻ ഏറ്റവും ഭംഗിയായിട്ട് നമ്മളോട്ട് എത്തിച്ചിട്ടുണ്ട്. ആ സോങ്ങിൻ്റെ വരികൾ കട്ട് ചെയ്യണമെന്ന് വരെ പറഞ്ഞതിൻ്റെ ഉദ്ദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ സിനിമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ നമ്മൾ തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കാനുണ്ടെങ്കിൽ അതും കൂടെ ആവാം. ഈ സിനിമ കുറെ കാലം മുമ്പ് അനൗൺസ് ചെയ്തപ്പോൾ നാദൃശക്കായിരുന്നു ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് മാറിയത്? ഇല്ല, അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നാദൃശക്കാർക്ക് വേറൊരു പടം
വന്നതൊക്കെ. പിന്നെ നമ്മൾ അന്ന് പ്ലാൻ ചെയ്തത് കുറച്ചുകൂടെ ഒരു പക്ക ഹ്യൂമർ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറി റഫീഖും ഞാനും കൂടെ ഈ സബ്ജക്റ്റ് ഇരുന്ന് പ്ലാൻ ചെയ്തപ്പോൾ ആ ബേസിക് കഥയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് സിനിമയുടെ രൂപം ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ അന്ന് പുള്ളിക്ക് വേറൊരു പടം പെട്ടെന്ന് കയറി വന്നതുകൊണ്ട് പിന്നെ അങ്ങനെ പറ്റാതെ പോയതാണ്. അല്ലാതെ ഈ പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് അല്ല റോണി ചേട്ടാ നമ്മുടെ മലയാള സിനിമയിൽ പണ്ട് ഓരോ സിനിമകളിൽ ചോദിച്ചിട്ടുണ്ട് ആരാണ് ഹിന്ദു എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മാത്രമേ മുസ്ലിമാനാകൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്റെ നാടേക്ക് സത്യക്രിസ്ത്യാനി ചോദിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ. പക്ഷെ ഇപ്പൊ വരുമ്പോഴാണെങ്കിൽ ചില പേരുകൾ കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ മുസ്ലിമിന്റെ ബൈക്കിൽ ഹിന്ദു കയറിയതുകൊണ്ട് ആ സീൻ കട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ആർക്കൊക്കെയോ വേണ്ടി മാത്രമായിട്ട് സിനിമേനെ വളച്ചൊടിക്കുക, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റുന്ന ഒരു ഭയം വരുന്നുണ്ടോ? കാരണം ചേട്ടാ ഒരുപാട് വർഷം ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കാര്യമാണല്ലോ. പ്രായം കൊണ്ടല്ലേ എക്സ്പീരിയൻസ്. എടാ അതിനല്ലേ സെൻസർ ബോർഡും മാധ്യമങ്ങളൊക്കെ അതിനോട് നമ്മളോടൊപ്പമുള്ള അനുകൂലമായ നിലപാടെടുത്തുകൊണ്ടല്ലേ ഈ സിനിമ പുറത്തിറങ്ങിയത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഒരു പരിധി കൂടുതൽ ആർക്കും കൈവയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടുള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ സിനിമ ഇന്നലെ പുറത്തിറങ്ങാൻ കാരണം. അതിന് അനുകൂലമായിട്ട് നമ്മുടെ ജുഡീഷ്യറി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അപ്പോൾ ജഡ്ജിമാരുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റിസ് നമുക്ക് അനുകൂലമായതുകൊണ്ടാണ് ഇപ്പോൾ അവരൊക്കെ കണ്ടതല്ലേ, ഹൈക്കോർട്ടിലുള്ള ജഡ്ജസ് ഉൾപ്പെടെ കണ്ടിട്ടാണല്ലോ അതിന് അനുകൂലമായ നിലപാടെടുത്തത്. അപ്പോൾ എനിക്കൊന്ന് ചെന്നിട്ട് ചോദിക്കുന്ന ഉത്തരമായി തോന്നുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുന്നുണ്ടാകുന്ന പേടി ഉണ്ടാകുന്നത്. അപ്പോൾ നായികനുള്ളൊരു ചോദ്യമാണ്, സിനിമയെ കുറിച്ചാണ്. നായികയോട് അല്ല, നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും റൊമാൻറ്റിക് ഹീറോസിലാണ് നമ്മുടെ ഷെയ്ൻ ചേട്ടനുള്ള ഫസ്റ്റ് മലയാളം മൂവിയാണല്ലോ. അപ്പോൾ ആ ഒരു റൊമാൻസ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഷെയ്ൻ ചേട്ടനായിട്ട്? ഓഫ് സ്ക്രീനാണോ? ഓൺ സ്ക്രീൻ. കൃത്യമായിട്ട് പറയാം, മനസ്സിലാവും. ഓൺ സ്ക്രീൻ. Yeah, it's actually directed by Veera sir only. Romance. Yes. Off screen. On screen. Sorry. Yeah. So when I got to know that I was going to work with Shane, I started watching his films, and that's when I realized that I think one of his superpower on screen is playing that lover boy, and this is also my first love story actually. So I was very thrilled to take up HAL in the first place, but obviously language was a big problem. But I'm here today, so you can tell that I was really interested in the script and I was really keen on working with Shane. And it was it will be an understatement if I say that it was a good experience. It was more than good. I got to learn so much from him as an artist, and not just from him, from the entire team of HAL. Actually, I was inside the circle. I was seeing Nandu make music and even Shane discuss the scenes and come up with some improv. And that is the first time I was live in the making of a scene. And this has been a really, really beautiful learning curve for me as an artist as well. എനിക്ക് ശത്രുക്കളില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ നല്ലത് മാത്രമേ ചിന്തിക്കാറുള്ളൂ, എനിക്ക് നല്ലത് മാത്രമേ നടക്കാറുള്ളൂ. സത്യമായിട്ടും എനിക്ക് ആരോടും അതൊക്കെ ഞാൻ പറഞ്ഞേ, കുറച്ച് പേരിന് നമ്മൾ എന്തിനാ പറഞ്ഞു. അല്ല, ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചു, ഈ സിനിമയിൽ പറയുന്നില്ലേ, സിനിമയിലല്ലേ ഇല്ല പറയട്ടെ, ഒരു കുറച്ച് പേര് ചെയ്തതിന് എന്തിനാണ് ഒരു സമൂഹത്തെ പറയുന്ന പോലെയാണ്. കുറച്ച് പേര് ചെയ്യുന്നതിന് എന്തിനാ നമ്മൾ കുറേ ശത്രുക്കൾ അല്ലെങ്കിൽ വലിയ വലിയ നമുക്ക് അങ്ങനെ അഗെയിൻസ്റ്റ് അങ്ങനെയൊന്നും നമ്മൾ പറയണ്ട. എത്രയോ പേര് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുള്ളൂ, അതല്ല നമ്മൾ പറയണ്ട. നമ്മൾ അതിന്റെ ഗുഡ് കണ്ടപ്പോൾ അതായത് സിനിമക്ക് ശത്രുക്കളില്ല, അവരവരുടെ അധികാര പരിധിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ, ഇപ്പൊ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെ അവരുടെ തീരുമാനങ്ങളും, അതൊരിക്കലും ശത്രുതല്ല. ഇപ്പൊ സെൻസർ ബോർഡിന്റെ അംഗങ്ങളായിക്കോട്ടെ, നമ്മൾ നല്ല ഫ്രണ്ടില്ല, ആരും ശത്രുതല്ല. പക്ഷെ ഒരാളുടെ തീരുമാനമല്ല അന്തിമം, അതിന് വേണ്ടിയിട്ട് ഹയർ അതോറിറ്റിയിലോട്ട് നമ്മൾ പോയി എന്നുള്ളൂ. ആരെയും ഫൈറ്റ് ചെയ്യാനും കുറ്റപ്പെടുത്താനും ഒന്നുമില്ല.
അവരെ ഒരു കാഴ്ചപ്പാടിൽ ഇത് മോശമായി കണ്ടിരിക്കാം, പക്ഷെ നമ്മളെ കാഴ്ചപ്പാടിൽ ഇത് മോശമല്ല. അതുകൊണ്ട് നമ്മൾ ഇത് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അവർ അടുത്തൊരു ഹയർ അതോറിറ്റിയിലോട്ട് പോയി. അതൊരിക്കലും ശത്രുതയുടെ ഭാഗമല്ല. സോങ് തന്നെ പാടിയത് ആ സമയത്ത് പാകിസ്ഥാനി സിംഗറായിരുന്നു. പിന്നീട് സിന്ധു അത് മാറ്റി, അത് മാറ്റാനുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ പോവുകയും ചെയ്താൽ അത് പറയാം, അത് മാറ്റുകയും ചെയ്തു. അപ്പോഴും നിങ്ങൾ ഭയപ്പെടുകയാണ്, എല്ലാത്തിനും ഭയപ്പെടും. അതെ, നമ്മൾ ആദ്യം ആതിഫ് അസ്ലാം എന്ന സിംഗറിനെ കൊണ്ടാണ് ആദ്യം പാടിച്ചത്. പിന്നെ അതെനിക്ക് തോന്നുന്നു 7 വർഷത്തെ ബാനിന് ശേഷമാണ്, അദ്ദേഹത്തിൻ്റെ ബാൻ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പാടിപ്പിച്ചത്. നമ്മൾ ദുബായി പോയി, അവിടെ നമ്മുടെ ക്രൂ ആയിട്ട് തന്നെയാണ് പോയത്. ക്രൂ ആയിട്ട് ദുബായി പോയി പാടിച്ചു, നല്ല രീതിയിൽ പാട്ട് വന്നു. പിന്നെ അതിന് ശേഷമാണ് ഈ പഹൽഗാം അറ്റാക്ക് വന്നത്. അതിനുശേഷം വീണ്ടും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സർക്കുലർ എല്ലാ ലേബൽസിനും പോയിട്ടുണ്ട്. നമ്മളൊരു പാട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ പാട്ടിൻ്റെ ടെക്സ്ചറിനനുസരിച്ചിട്ടുള്ള വോക്കലിസ്റ്റിൻ്റെ പേരുകൾ നമ്മൾ എഴുതിയിരിക്കും. അപ്പം അതിൽ ആദ്യത്തെ പ്രിഫറൻസ് ആതിഫ് അസ്ലാം ആയിരുന്നു. അതിനുശേഷം നമുക്ക് ആതിഫ് അസ്ലാം റീച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പില്ലാത്തത് കൊണ്ട്, റീച്ച് ചെയ്താൽ പുള്ളി റെസ്പോണ്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലല്ലോ, കാരണം അത്രയും വലിയ ആർട്ടിസ്റ്റാണ്. അത് ഞാനൊരു ഡെബ്യൂട്ടൻ്റ് ആണ്. അപ്പോൾ ഡെബ്യൂട്ടൻ്റ് ആകുമ്പോൾ അതിൻ്റെതായ ആക്സെപ്റ്റൻസ് ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. പിന്നെ ഞങ്ങൾ അടുത്ത ഓപ്ഷൻ എന്നുള്ളത് അങ്കിത് തിവാരി സാറിനെയാണ് പിന്നെ നമ്മൾ വെച്ചത്. പിന്നെ അതിന് 3ാമത്തെ ഓപ്ഷൻ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ഇവരാരും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ പാടിയിടാമെന്ന് തന്നെയായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ആതിഫ് അസ്ലാം സാർ റെസ്പോണ്ട് ചെയ്തിരുന്നു, നമ്മളത് പാടിച്ചു. പിന്നെ ഈ അറ്റാക്കിന് ശേഷം ഈ സർക്കുലർ വന്നതിന് ശേഷം ഈ പാട്ട് ഇപ്പോൾ നിലവിൽ നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എന്നെങ്കിലും ഈ സർക്കുലർ ലിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേർഷൻ ഇറക്കും. അത് കംപ്ലീറ്റ്ലി ആ സർക്കുലർ സ്റ്റാൻഡപ്പ് വിത്ത് നേഷൻ, ആ സർക്കുലർ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെയാണ് അങ്കിത് തിവാരി സാറിലേക്ക് ഈ പാട്ട് വന്നത്. രണ്ടും നല്ല രീതിക്ക് വന്നിട്ടുണ്ട്, 2 പാട്ടുകളും മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും വലിയ ആർട്ടിസ്റ്റിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റിയത് നമ്മുടെ ജൂബി ചേട്ടനും റഫീഖ് സാറും വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. കാരണം ഒരു ഫസ്റ്റ് പടത്തിൽ തന്നെ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളോട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ അത്രയും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിൽ എന്നെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത റഫീഖ് ഇക്കയും ജൂബി ചേട്ടനോട് എനിക്ക് 1000 നന്ദി. പിന്നെ ഷെയ്നോടും എനിക്ക് എന്താ പറയണമെന്ന്, ഷെയ്ൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പോൾ നോട്ട് ജസ്റ്റ് എ ഫ്രണ്ട്, ഈസ് മൈ ബ്രദർ. ഷെയ്ൻ കാരനോട് ഞാൻ ഈ പടത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഷെയ്ൻ. അല്ല, വെൽക്കം. അപ്പോൾ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ വളരെ ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ നിഷാദൊക്കെയാണ് ആദ്യം എൻ്റെ അടുത്തുനിന്ന് കഥ പറയുന്നത്. അപ്പോൾ നിഷാദൊക്കെ ഞാനൊന്ന് നമ്മൾ ഫുൾ ടൈം സ്റ്റുഡിയോയിൽ നിന്ന് ഈ പാട്ടിൻ്റെ പ്രോസസ്സ് ടീച്ചറാണ് ഫസ്റ്റ് സോങ് വന്നിരിക്കുന്നത്. സോ യെസ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി മുന്നോട്ടും പോകാൻ പറ്റുള്ളൂ. താങ്ക് യു. തീർച്ചയായും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഇത് സംഭവിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഒളിച്ചോടാൻ നേരത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നീ കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും നീ പറഞ്ഞാൽ ഞാൻ അവിടെ ആളെ സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് റിസോർട്ടൊക്കെ സെറ്റ് ചെയ്യാൻ, ഒരു ദിവസത്തെ സ്റ്റേക്കൊക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം അവനൊരു അത്യാവശ്യത്തിന് പോയതാണ്. അവിടെ വിഷയമായി, അവരുടെ വീട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ സ്വയമേ പോയി. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ വീട്ടുകാർ അവൾ മരണപ്പെട്ടതായിട്ട് കരുതിയിട്ട് ചടങ്ങൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവൻ്റെ മതത്തിലേക്ക് നീ വാങ്ങുന്നു, ഒരിക്കലും പറഞ്ഞിട്ടില്ല. നീ എന്താണോ, നീ ഇത്രയും നാൾ എങ്ങനെയാണോ നീ നിന്നത് അതുപോലെ തന്നെ നീ മുന്നോട്ട് പോയാൽ മതി. നമ്മളെ സ്നേഹിച്ചത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഇപ്പോൾ അവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ട്, അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവൻ ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവളാണ് ആ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അയ്യപ്പൻ്റെ ഇതൊക്കെ ഇരുമുടിക്കെട്ടും എല്ലാം അവളാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പിന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ മതം ജാതി അതൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതാണ് ഞാൻ കൂടുതലും സംസാരിക്കാത്തത്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം സെൻസറുകാർ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് തരും. എൻ്റെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും സിനിമ ഒന്ന് ജനങ്ങളിലോട്ട് എത്തിക്കാൻ ഒന്ന് സഹകരിക്കണം. ഞങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്ത് മാക്സിമം ഷോ കൂട്ടാനൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല റെസ്പോൺസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രസ് മീറ്റ് വിളിച്ചത് തന്നെ. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം സഹകരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിയേറ്ററുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്തുള്ള ആൾക്കാർ അവിടെ അടുത്ത നിയറസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് കാണും. പരമാവധി ഹാളിൽ പോയി കാണാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അത് പുറത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓവർ PR വർക്കും ചെയ്തിട്ട് ഇത് പൊക്കിക്കൊണ്ടുവരാനുള്ള ഒരവസ്ഥ ഒന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ നിയമ പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് അപ്പോൾ ജെന്യൂനായിട്ടുള്ള റിവ്യൂ വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും സിനിമ കണ്ട് നല്ല അഭിപ്രായങ്ങൾ പുറത്തു പറഞ്ഞ് ഇത് ഒരു വൻ വിജയമാക്കി മാറ്റാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.